ആവശ്യമില്ലാതെ നമ്മൾ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നോർമൽ സിറ്റുവേഷൻ നമ്മൾ ഇപ്പോൾ OP തീരേണ്ട കാര്യം അത് IP ക്ലെയിം കിട്ടുന്നതിന് വേണ്ടി IP മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളെല്ലാം തട്ടിപ്പാണ്, മറ്റേതാണ്, മറിച്ചതാണ്. നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ ഒരു ഫ്രീഡമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് അവൈലബിളാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ലാസ്റ്റ് വീക്ക് ഞാൻ വിയറ്റ്നാമായിരുന്നു. അപ്പോൾ വിയറ്റ്നാമിന്ന് തിരിച്ചു വന്നതിന് ഏകദേശം 29-ാം തീയതിയാണെന്ന് തോന്നുന്നു എനിക്ക് വൈറൽ ഫീവർ പിടിപെട്ടു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡോളർ ഉണ്ടായിരുന്നു. ഈ ഡോളെല്ലാം കഴിച്ച് ഞാൻ പനിയോടുകൂടിയാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ 2-3 ദിവസത്തോളം ഞാൻ ഡോളെല്ലാം കഴിച്ചു. എൻ്റെ പനിയെല്ലാം ഏകദേശം മാറി. അതിനുശേഷം വൈഫിന് പനി പിടിച്ചു. തുടർന്ന് എൻ്റെ മോന് പനി പിടിച്ചു. അപ്പോൾ എൻ്റെ നോർമലി ഈ ഡോളർ കഴിച്ചപ്പോൾ തന്നെ പനിയെല്ലാം മാറി. അതിനുശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചുമ തുടങ്ങി. അപ്പോൾ ചുമ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യത്തെ 2-3 ദിവസം ഞാൻ ട്രീറ്റ്മെൻറ്റൊന്നും എടുത്തില്ല. അങ്ങനെ ഒരു 13-ാം തീയതി ആയപ്പോഴേക്കും ഞങ്ങൾ വരാപ്പുഴ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ ചുമക്കുള്ള കുറച്ച് സിറപ്പും അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസും കുറച്ച് സംഭവം തന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചുമ കുറഞ്ഞില്ല. അത് വീണ്ടും വളരെയധികം കൂടുന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും അതേ സെയിം ഹോസ്പിറ്റലിൽ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ CRP, ഈ നമ്മൾ ഇൻഫെക്ഷനായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ടെസ്റ്റാണ്. അത് നോർമലി 6 വരേണ്ടത്, ബിലോ 6 വരേണ്ടത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 61.36 ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് മെഡിസിൻസും കുറച്ച് കാര്യങ്ങളെല്ലാം തന്നു. ഞാനൊരു 3-4 ദിവസം ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് ഒട്ടും തന്നെ കുറവില്ല എന്നത് മാത്രമല്ല, ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയെ, അതായത് സംസാരിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടൽ, എനിക്ക് ഒട്ടും തന്നെ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 21-ാം തീയതി എനിക്കൊട്ടും കുറവില്ലാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ നമ്മുടെ അടുത്ത് തന്നെയാണ് ആസ്റ്റർ മെഡിസിറ്റി, അങ്ങോട്ട് പോയി. എന്തുകൊണ്ട് തുടക്കത്തിൽ ആസ്റ്ററിലേക്ക് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു മടി കാരണമാണ്. കാരണം ഇപ്പം എനിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ വരെ വരേണ്ട കാര്യം ഓർക്കുമ്പോൾ ആകെ ഒരു 5 കിലോമീറ്റർ ഉള്ളൂ, കുറേ സമയം എടുക്കും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പെട്ടെന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മളൊരു ലോക്കൽ ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷേ അതുകൊണ്ട് സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആസ്റ്ററിൽ വന്നു, ഡോക്ടർ ഈ പറഞ്ഞ പോലെ ചെസ്റ്റ് എക്സ്റേ, ഈ പറഞ്ഞ CRP ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോഴേക്കും എനിക്ക് 61 ഉണ്ടായിരുന്നു, 50 ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെസ്റ്റിൽ ഇൻഫെക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളതുകൊണ്ട് ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി വൈകിട്ടോടു കൂടിയാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. അതിനുശേഷം അന്ന് വൈകിട്ടോടുകൂടി ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കും പിന്നെ അതോടൊപ്പം തന്നെ നെബുലൈസേഷനും ഈ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് എല്ലാം തുടങ്ങി. എനിക്ക് ഏകദേശം അന്ന് രാത്രി, കാരണം അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ രാത്രിയൊക്കെ കിടക്കാൻ പറ്റില്ല, കിടക്കുമ്പോൾ തന്നെ ഭയങ്കര വീർപ്പൊട്ടലും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം സംസാരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചു. എന്നെ സംബന്ധിച്ച് ഇത് അതായത് നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ആവശ്യകതയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ ഈ തരത്തിലുള്ള ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം അത്യാവശ്യം നല്ല ഫെസിലിറ്റിയുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ എൻ്റെ ഇത്രയും ദിവസം, ഇപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് 23-ാം തീയതിയാണ്. 23-ാം തീയതി ആണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ചുമയെല്ലാം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-11, കാരണം ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിൽ പോയത് 13-ാം തീയതിയാണ്. അതായത് ഏകദേശം 10 ദിവസം, 12-13 ദിവസത്തോളം കഴിഞ്ഞു.
അപ്പോൾ എൻ്റെ ഒരു മടി കാരണം ഞാൻ മികച്ചൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാഞ്ഞതാണ് എൻ്റെ ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വഷളാക്കാൻ കാരണമായിട്ട് തീർന്നത്. എന്നെ സംബന്ധിച്ച് ഇവിടെ വരാം, കാരണം ഇപ്പോൾ എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളതാണ്. എനിക്കിപ്പോൾ ഓൾറെഡി ഞാൻ ഇതിന് അപ്ലൈ ചെയ്തപ്പോഴേക്കും എനിക്ക് ആവശ്യത്തിനുള്ള ഫെസിലിറ്റി എല്ലാം ഇപ്പോൾ ഓൾറെഡി അപ്രൂവലായി. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് വേണ്ട, കാരണം എനിക്കിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ മടിയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ വന്നേക്കാവുന്ന ബാധിച്ച ചിലവുകളാണ്. ആ ബാധിച്ച ചിലവുകൾ ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് എടുത്തു വെച്ചിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഈ തരത്തിലുള്ള ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എൻ്റെ കേസിൽ എൻ്റെ മടിയായിരുന്നു ഞാൻ ഇത്ര ദിവസം വലിച്ച് നീട്ടാൻ കാരണമായിട്ട് തീർന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി സപ്പോസ് ഇപ്പോൾ എനിക്ക് ഈ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ആ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല, മെഡിക്കൽ ഇൻഷുറൻസും ഇല്ല, ഞാനൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കില്ല. ഞാൻ അവിടെ തന്നെ, അതായത് ഞാനിപ്പോൾ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും തോറും എനിക്ക് ബുദ്ധിമുട്ടുകൾ കൂടി വരിക. ഒട്ടും തന്നെ അത് നിങ്ങൾ ആ സമയത്ത് ഞാൻ പല ആൾക്കാർക്ക് വോയിസൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒരു മിനിറ്റ് വോയിസ് പോലും എനിക്ക് ചുമ ഇല്ലാതെ, ഈ ശ്വാസം മുട്ടലില്ലാതെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് ദൈവം സഹായിച്ച് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത, കാരണം ഈവൻ സപ്പോസ് ഇൻഷുറൻസ് ഇല്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എനിക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റി. പക്ഷേ ഞാനെപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാകുക എന്നത്. കാരണം അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു റൂം തന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു VIP റൂമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ അവിടെ സഫീഷ്യൻ്റ് അപ്പുറത്തും അങ്ങനെയുള്ള പല സംഭവങ്ങളും, പല ഫെസിലിറ്റി എല്ലാ സംഭവങ്ങളുള്ള ഒരു VIP റൂമിലാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഡീലക്സ് റൂമിൽ ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ VIPയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. സാധാരണ റൂമും ഡീലക്സ് റൂമും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പോളിസിയിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇതിലേക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചു. കാരണം ഞാൻ നോർമലി ഒന്നില്ലെങ്കിൽ നോർമൽ റൂം അല്ലെങ്കിൽ ഡീലക്സ് റൂമേ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളൂ. കാരണം ഇത്രയും വലിയ റൂമിൻ്റെ ആവശ്യം എന്നെ സംബന്ധിച്ചില്ല. കാരണം ഏകദേശം ഒരു വീടിൻ്റെ സൗകര്യമുണ്ട്, ഫ്രിഡ്ജുണ്ട്, ഓവനുണ്ട്, കെറ്റിലുണ്ട്, സകല ഫെസിലിറ്റിയും ഈ പറഞ്ഞ സംഭവത്തിലുണ്ട്. പക്ഷേ അതിനൊന്നും ആവശ്യം, കാരണം ഈ റൂമിൽ ഞങ്ങൾ താമസിച്ചിട്ട് ഫ്രിഡ്ജ് യൂസ് ചെയ്തിട്ടില്ല, ഓവൻ യൂസ് ചെയ്തിട്ടില്ല, കെറ്റിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഡീലക്സ് റൂമും നോർമൽ റൂമും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നു? അതിനൊറ്റ കാരണം നമുക്ക് ഇനഫായിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ്, കാരണം നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇനി ആസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാർഡായിരിക്കും പ്രിഫർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്കൊരു പ്രൈവസിയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ റൂമെങ്കിൽ വേണം. അപ്പം ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് അത് നമ്മൾ എടുത്തു വെക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പലപ്പോഴും പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളെല്ലാം തട്ടിപ്പാണ്, മറ്റേതാണ്, മറിച്ചതാണ്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണ. കാരണം ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു ക്ലെയിംസ് റേഷ്യോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അവർ കളക്ട് ചെയ്യുന്ന പ്രീമിയത്തിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് വരെ അവർ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നോർമൽ സിറ്റുവേഷൻ നമ്മൾ ഇപ്പോൾ OPയിൽ തീരേണ്ട കാര്യം അത് IP ക്ലെയിം കിട്ടുന്നതിന് വേണ്ടി IP മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മളെ സംബന്ധിച്ച് നമുക്കത് ക്ലെയിം കിട്ടാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ക്യാഷ്ലെസ്സിന് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് ഇതിന് മുൻപത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവർ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഡോക്യുമെൻ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം ഞാനൊരു ലോക്കൽ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനിത് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അപ്പം തന്നെ എനിക്ക് ക്യാഷ്ലെസ് അപ്രൂവൽ എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അതിന് മുൻപോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്മളെപ്പോഴും കയ്യിൽ നമ്മൾ കരുതണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഡോക്ടർ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പൊതുവേ ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ ഈ ക്യാഷ്ലെസ്സിന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെൻ്റ് കൊടുക്കാൻ പറയും. അപ്പോൾ കൊടുക്കാൻ പറയുന്ന സമയത്ത് ഈ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ ഒരു ഫ്രീഡമാണ്. അതായത് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിളാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്കലുള്ള ഒരു ലോക്കലായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാം. നമുക്കിപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ എല്ലാ ഓപ്ഷൻസും സ്വീകരിക്കണമെങ്കിൽ ഈ ഓപ്ഷനിൽ ഏതാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് ഫിനാൻഷ്യലി ഒട്ടും കേപ്പബിൾ അല്ല, എനിക്കൊരു ഇൻഷുറൻസ് കവറേജ് ഇല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുക എന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം എൻ്റെ പക്കൽ ഒരു ഇത്തിരി പൈസയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാം. അല്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടി ഒരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, അല്ല കുഴപ്പമില്ലാത്തൊരു ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ പോകാം. എന്നാൽ എനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഏതിൽ വേണമെങ്കിലും പോവാം. കാരണം എനിക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടുമെന്നതാണ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻഷുറൻസ് ഡെസ്കിൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് അസുഖം ഇതിനു മുൻപ് നമ്മൾ എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങളത് പറയണം. പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഡോക്ടർമാർ ചോദിക്കും നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരുന്നോ. ആ സമയത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർമാർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറയാതെ വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഡോക്ടർ ഇതെല്ലാം അവരുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ റിപ്പോർട്ടും ഉൾപ്പെടെയാണ് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവിടെ ഇന്ന അസുഖം ഇല്ലെന്ന് പറഞ്ഞു, പക്ഷേ ഡോക്ടറിൻ്റെ റിപ്പോർട്ടിൽ ഇന്ന അസുഖം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമ്മളെ ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോളിസി തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നല്ല ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കണം. അല്ലാതെ രോഗം വന്നതിന് ശേഷമല്ല നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു പോളിസി എടുത്തത് എനിക്ക് തോന്നുന്നു 15 വർഷങ്ങൾക്ക് മുമ്പാണ്. ആദ്യത്തെ ഒരു 10 വർഷം എനിക്ക് വലിയ രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 4-5 വർഷം, അതായത് കൊറോണ തുടങ്ങി 2020ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ അഡ്മിറ്റ് ആവുന്ന ഏകദേശം ഒരു 4-5 തവണയായി. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് മൂക്കിൽ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അന്ന് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം ചിലവായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഈ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഉള്ളത് കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇതാണ്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് അത് നമ്മൾ എടുത്തു വെക്കണം. അത് അത്യാവശ്യമാണ്.